വെൽക്കം ടു സ്കൂൾ മീഡിയ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാഗം 3 ആണ്. ഭാഗം 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തെളിയിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ആ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകം എക്സ് മൈനസ് 1 ആയാൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ഒരു രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ പൊതുരൂപമാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പൊതുരൂപമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന പോളിനോമിയൽ, ഈ ബഹുപദത്തെ ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് 1 കൊണ്ടാണ് ഹരിക്കുന്നത്. എന്താണ് ഹരിക്കുക? അല്ലെങ്കിൽ ബഹുപദത്തെ ഒരു ഘടകമാണെന്ന് പറയുന്നത് അല്ലേ, ഘടകമാണെന്ന് പറയുന്നത്, ഫാക്ടറാണെന്ന് പറയാം. ഈ ബഹുപദത്തിൻ്റെ ഒരു ഫാക്ടറാണ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗുണിതമാണ് എന്നർത്ഥം. അപ്പോൾ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ ഫാക്ടറാണ്, ഘടകമാണ്. ഘടകമാണെങ്കിൽ ശിഷ്ടം 0 ആയിരിക്കും. ശിഷ്ടം 0 ആയിരിക്കും. റിമൈൻഡർ 0 ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്? എക്സ് മൈനസ് 1 ആണെങ്കിൽ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈനസ് 1നെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുകയാണ്? 1 ആയിട്ട് മാറുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെങ്ങനെ പഠിക്കുക? എക്സ് മൈനസ് 1 സമം 0, എക്സ് ഈക്വൽ ടു മൈനസ് 1 പോയാൽ എക്സ് ഈക്വൽ ടു 1 അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ, അതായത് ബ്രാക്കറ്റിലുള്ള ഈ എക്സിൻ്റെ സ്ഥാനത്ത്, അതായത് എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കണമെന്നർത്ഥം? 1 കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം. പി ഓഫ് 1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും എന്നർത്ഥം. എന്താണ് അതിൻ്റെ കാരണം? ഘടകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്ടം 0 ആയിരിക്കും. ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. കേടവില കണ്ടെത്താനൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ശിഷ്ടം 0 ആയിരിക്കും. ഘടകമാണ് എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 ആയിരിക്കും. ശിഷ്ടം കണ്ടെത്തുന്നത് ഈ വിധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കൊടുത്താൽ 0 കിട്ടും. അതൊന്ന് ചെയ്തു നോക്കാം അല്ലേ. അപ്പോൾ എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഈക്വൽ ടു 0 എഴുതാൻ മറക്കരുത്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി ഈക്വൽ ടു 0. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത് അല്ലേ. ഇതാ നമുക്ക് തെളിയിക്കാനുള്ളത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് തെളിയിക്കും അല്ലേ. പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചിന്തിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 ആയാലോ എന്തായിരിക്കും തെളിയിക്കാൻ വരിക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ: പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകം എക്സ് പ്ലസ് 1 ആയാൽ, അപ്പോൾ നമ്മൾ ചെയ്തത് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ആയാൽ എന്തായിരിക്കും തെളിയിക്കാൻ വരിക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ക്വസ്റ്റ്യനിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് അല്ലേ. ഇതിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് പ്ലസ് 1 എന്നാണ് നമുക്ക് എഴുതേണ്ടത്. എക്സ് പ്ലസ് 1 അല്ലേ. തെളിയിക്കാനുള്ള വസ്തുത നമ്മൾ ആദ്യമേ എഴുതിയിട്ടില്ല. നമുക്ക് കിട്ടുന്നത് എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ആണെങ്കിൽ എന്തായിരിക്കും വരിക? നമുക്കറിയാം എക്സ് പ്ലസ് 1 ആണെങ്കിൽ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വില മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എക്സ് കാണുന്നിടത്ത് മൈനസ് 1 കൊടുത്താൽ നമുക്കറിയാം 0 കിട്ടുന്നു അല്ലേ. അപ്പോൾ ഈക്വൽ ടു 0 ആണ്. അതിവിടെ കൊടുത്തു നോക്കുക. എ ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു
-1 + c = 0 അല്ലേ? ഈ -1ൻ്റെ സ്ക്വയർ എന്താണ് -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? മുകളിൽ ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ പോസിറ്റീവായിരിക്കും ഉണ്ടാവുക. മുകളിൽ ഒറ്റ സംഖ്യ വന്നാലോ, ഉദാഹരണത്തിന് 3 വന്നാലോ, അപ്പോൾ ഉത്തരത്തിലും നെഗറ്റീവ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും അല്ലേ? 5 വന്നാൽ നെഗറ്റീവ് ഉണ്ടാവും, 7 വന്നാൽ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ 8 വന്നാലോ പോസിറ്റീവായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ മുകളിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ നെഗറ്റീവും, ഇരട്ട സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ നെഗറ്റീവും, ഇരട്ട സംഖ്യയാണെങ്കിൽ പോസിറ്റീവുമാണ് വരിക. അപ്പോൾ ഇവിടെ -1ൻ്റെ സ്ക്വയർ 2 അല്ലേ, പോസിറ്റീവാണ് വരിക അല്ലേ? അപ്പോൾ a × -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അടുത്തത് b × -1 എന്ന് പറഞ്ഞാൽ -b + c = 0. a × 1 എന്ന് പറഞ്ഞാൽ a -b + c = 0. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ആവാം, a - b + c = 0 എന്ന് തെളിയിക്കുക എന്നാവാം അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ആവാം, ഒന്നെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ -bനെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്തായിട്ട് മാറുകയാണ്, +b ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, a ഉണ്ടാവും, പിന്നെ ഒരു പ്ലസ്, പിന്നെ ഒരു c അല്ലേ, = ഇവിടെ a ഉണ്ട് +c, ഈ -b അപ്പുറത്ത് പോകുമ്പോൾ b ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഒരു അത്യാവശ്യം നല്ല രസത്തിലുള്ള അല്ലേ, രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ത് കിട്ടി, b = b = a + c എന്ന് തെളിയിക്കുക. അപ്പോൾ ആ ചോദ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് നിങ്ങൾ. p(x) അല്ലേ, p(x) = ax² + bx + c എന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകം x+1 ആയാൽ എന്ത് തെളിയിക്കണം, എന്തായിരിക്കും തെളിയിക്കേണ്ടത്, ഇതായിരിക്കും തെളിയിക്കേണ്ടത് അല്ലേ, b = a + c എന്ന് തെളിയിക്കുക. കിട്ടിയില്ലേ, ഐഡിയ കിട്ടിയില്ലേ? പ്രൂവ് ദാറ്റ് അല്ലേ, പ്രൂവ് ദാറ്റ് a + b പ്രൂവ് ദാറ്റ് b = a + c if x+1 is a factor of the polynomial p(x) = ax² + bx + c. ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് x+2 ചെയ്ത് നോക്കിക്കൂടെ അല്ലേ? ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ x+2 ചെയ്ത് നോക്കുക? ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ p(x) എന്നിട്ട് അതിന് ശേഷം മതി മൂന്നാം കൃതിയിലേക്ക് പോകുന്നതും ചെയ്യുന്നതും. അപ്പോൾ p(x) = ax² + bx + c എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ് ഘടകമാണ് x-2 അല്ലേ, x-2. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വരിക. x-2 ആവുമ്പോൾ നമുക്കറിയാം അത് +2 ആണെന്നല്ലേ. അപ്പോൾ p(2) ആണ് കാണേണ്ടത്. p(2) ചെയ്താൽ എന്ത് ഉത്തരം കിട്ടും, 0 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. എൻ്റെ കാരണം എന്താണ്, അതിൻ്റെ ശിഷ്ടം അല്ലേ, അത് ഘടകമാണ്, ഫാക്ടറാണെന്ന് പറഞ്ഞാൽ ശിഷ്ടം 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. a × 2a² + b × 2 + c = 0. 2ൻ്റെ സ്ക്വയർ 4, 4 × a 4a + b × 2 2b + c = 0 അല്ലേ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ തെളിയിക്കാനുള്ളത് 4a + 2b + c = 0 എന്ന് തെളിയിക്കുക എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഏത് രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ? പല രൂപത്തിൽ നമുക്ക് എഴുതുമ്പോൾ 4a + 2b, ഈ +c നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കൊണ്ട്, അപ്പോൾ -c എന്നായിട്ട് മാറി അല്ലേ. ഇനി ഇവിടെ ഇങ്ങനെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതിനെ നമുക്ക് പുറത്തെടുത്തൂടെ, 4 ഉണ്ട് 2 ഉണ്ട്, പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 പുറത്തേക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഇവിടെ 2 പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ടാകുന്നത് 2a + ഇവിടെ 2 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ ഉണ്ടാകുന്നത് b എന്ന് മാത്രം അല്ലേ, = -c എന്ന് കിട്ടി. ശരിയല്ലേ? ഇവിടെ ഇനി ഇൻറ്റു 2 അല്ലേ, × 2 എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായിട്ട് മാറുകയാണ്, /2 ആയിട്ട് മാറും അല്ലേ. × 2 എന്ന് പറയുന്നത് /2. അപ്പോൾ 2a + b = -c/2. ഇങ്ങനെ ചോദ്യം വരാം അല്ലേ. ചോദ്യം എന്തായിട്ട് വരാം, 2a + b = -c/2 എന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് 2a + b = -c/2. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ എക്സാമിന്, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇപ്പം നമ്മൾ ചെയ്ത അതുപോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്തു വന്നാൽ മതി.